മലയെയും ആരാധിക്കുവാൻ പഠിപ്പിച്ച ഈശ്വരൻ, ആ ഈശ്വരൻ്റെ അപദാനങ്ങളെ, കീർത്തനങ്ങളെ അറിയുവാൻ, നന്മകളെ അറിയുവാനായി ഒരു യാത്ര. അതാണ് മോക്ഷയുടെ ഏകദിന യാത്ര. ഈ ഏകദിന യാത്ര ഒരു വനയാത്ര കൂടിയാണ്. കുളത്തൂപ്പുഴയിലൂടെ ആര്യങ്കാവിലൂടെ അച്ചൻകോവിലൂടെയുള്ള യാത്ര മോക്ഷ ആരംഭിക്കുന്നു. ഏകദിന യാത്ര, അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴ എന്നാൽ കുളന്തൈ പുഴയാണ്. ഒരു കുളന്ത അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ആ സാന്നിധ്യം അറിയിച്ച ഒരു പുഴ, ബാലകൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സംരക്ഷകയായി മാറിയിരിക്കുന്ന ഒരു പുഴ, പുഴയിലെ ജലകന്യക. അങ്ങനെ പുഴയെ ആരാധിച്ചുകൊണ്ട്, പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട്, കുളന്തൈ പുഴ എന്ന കുളത്തൂപ്പുഴയുടെ ചരിത്രവും ഐതിഹ്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് തന്നെ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി, തിരുവനന്തപുരത്ത് നിന്ന് നന്നേ പുലർച്ചയ്ക്ക് യാത്ര പുറപ്പെട്ട് ക്ഷേത്ര നട തുറക്കുമ്പോൾ, അതായത് കുളത്തൂപ്പുഴയിൽ നട തുറക്കുമ്പോഴേക്കും എത്തിയ മോക്ഷാർത്ഥികൾ, മോക്ഷയുടെ സംഘം. ഞങ്ങൾ ഓരോരുത്തരും ഈശ്വരനെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ആ സങ്കല്പങ്ങളെയും ഐതിഹ്യങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങളിലൂടെ അത് അറിയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്, അതറിയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ ഐതിഹ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. കുളത്തൂപ്പുഴ ക്ഷേത്രം, നമ്മൾ പറഞ്ഞു കുളന്തൈ പുഴയാണ് എന്ന്. പരശുരാമൻ കേരള നിർമ്മിതിക്ക് ശേഷം കേരളത്തിൽ കലിദോഷങ്ങളില്ലാതിരിക്കുവാനും എപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുവാനും 5 ശാസ്താക്ഷേത്രങ്ങളും 5 ദുർഗാക്ഷേത്രങ്ങളും സ്ഥാപിച്ചു എന്നാണ്. ആ 5 ശാസ്താക്ഷേത്രങ്ങൾ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കാന്തമല, ശബരിമല എന്നിങ്ങനെ 5 ക്ഷേത്രങ്ങളാണ്. ശബരിമല ഇന്ന് വിശ്വപ്രസിദ്ധമാണ്. ശബരിമല ശാസ്താവിൻ്റെ പല ഭാവങ്ങളെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 3 ക്ഷേത്രങ്ങൾ, അതായത് കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നിങ്ങനെ 3 ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാൽ മാത്രം മതിയാകും. പരശുരാമന് മുന്നിൽ 1 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളൊരു ശിശുവായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഈ പുഴയുടെ തീരത്ത് മനസ്സമാധാനത്തോടുകൂടി ധ്യാനഭാവത്തിലിരുന്ന പരശുരാമൻ്റെ മനസ്സിലേക്ക് ആ കുഞ്ഞിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അങ്ങനെ തെളിഞ്ഞു വന്ന രൂപം ഒരു സ്വയംഭൂശിലയിലേക്ക് ആവാഹിക്കപ്പെടുകയും ആ സ്വയംഭൂശില പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഇന്നും കുളത്തൂപ്പുഴയിലെ മൂലവിഗ്രഹം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ മൂലവിഗ്രഹം കുളത്തൂപ്പുഴയിൽ ഏറെക്കാലം ആരാധിച്ചിരുന്നു എങ്കിലും പിന്നീടൊരു കാലത്ത് പ്രളയം വന്നപ്പോൾ വിഗ്രഹവും ക്ഷേത്രവും ഇല്ലാണ്ടായി. വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയാണ്ടേയുമായി. അങ്ങനെയൊരു കുറേ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൊട്ടാരക്കര തമ്പുരാൻ്റെ അധീനതയിൽ കുളത്തൂപ്പുഴ ഉണ്ടായിരുന്നൊരു കാലത്ത് കൊക്കളത്ത് മഠത്തിലെ നമ്പൂതിരിമാർ തീർത്ഥയാത്രയ്ക്ക് ഈ വഴി വരികയും തീർത്ഥയാത്രയ്ക്ക് വന്ന അവർ തങ്ങളുടെ തീർത്ഥയാത്രാ വേളയിൽ തന്നെ അവരുടെ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ സ്വയം പാചകം ചെയ്ത് മാത്രമാണ് അവർ ഭക്ഷിക്കുകയുള്ളൂ തീർത്ഥയാത്ര സമയത്ത്. അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി തരുവാൻ കൊട്ടാരക്കര തമ്പുരാൻ്റെ പടനായകനോട് ആവശ്യപ്പെട്ടു. പടനായകൻ്റെ ജന്മഭൂമി കൂടിയാണ് ഈ ഒരു പ്രദേശം, കുളത്തൂപ്പുഴ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ എത്തുകയും അരിയും മറ്റു സാധനങ്ങളും ഒക്കെ നൽകുന്നതിനോടൊപ്പം 3 കല്ലുകൾ അടുപ്പ് കൂട്ടുവാനായി നൽകുകയും ചെയ്തു. പക്ഷേ അതിലൊരു കല്ലിൽ നീളം കൂടുതലാണ് എന്ന് കണ്ട് ആ കല്ല് മണ്ണിൽ കുഴിച്ചിടാൻ ശ്രമിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കല്ലിന് നീളം കൂടുതൽ തന്നെയാണ്. ഒടുവിൽ എന്ത് വേണമെന്ന ആലോചനയിൽ കല്ല് പൊട്ടിക്കാമെന്ന് പടത്തലവൻ തീരുമാനിക്കുകയും അനുചരന്മാർ അതനുസരിക്കുകയും ചെയ്തു. ആ ശിലയിൽ മറ്റൊരു ശില കൊണ്ട് തട്ടുമ്പോൾ തന്നെ അത് 8 ആയിട്ട് പൊട്ടുകയും നിണം പ്രവഹിക്കുകയും ചെയ്തു. അപ്പോഴാണ് കൊക്കളത്ത് മഠത്തിലെ നമ്പൂതിരിമാർക്ക് മനസ്സിലായത് ഇത് പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്വയംഭൂ സാന്നിധ്യമാണ് എന്ന്. പരശുരാമന് മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട സ്വയംഭൂ സാന്നിധ്യമായതുകൊണ്ട് അതിന് പകരം മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അന്ന് 8 പൊട്ടിപ്പോയ ശില ചേർത്ത് വെച്ച് അതിന് വെള്ളിമുഖം ചാർത്തിക്കൊണ്ട് ആരാധിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ ഇനി നിങ്ങൾ എത്തുമ്പോൾ ശ്രദ്ധിക്കണം, ശ്രീകോവിലിൽ നമുക്ക് നേരെ നോക്കി കാണുന്ന 3 വിഗ്രഹ രൂപങ്ങൾ കാണാം. അതിലേറ്റവും മുന്നിൽ വെള്ളി മുഖത്തോടു കൂടിയുള്ളതാണ് മൂലവിഗ്രഹം. അത് പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ ചൈതന്യമാണ്. തൊട്ടു പുറകിലായിട്ടുള്ളത് ശീവേലി ബിംബമാണ്. അതിനും പുറകിൽ അലങ്കാര ബിംബവുമുണ്ട്. അങ്ങനെ 3 വിഗ്രഹങ്ങൾ, ശാസ്താവിൻ്റെ തന്നെ 3 വിഗ്രഹങ്ങൾ നമുക്ക് കുളത്തൂപ്പുഴയിൽ കാണാനാകും.
ക്ഷേത്രത്തിലെ ദേശദേവതയായി കരുതുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം നമ്മൾ എത്തുന്നത് മാമ്പഴത്തറ ഭഗവതിക്ക് മുന്നിലാണ്. മാമ്പഴത്തറ ഭഗവതി എന്നത് അച്ചൻകോവിലും അതുപോലെ തന്നെ ആര്യങ്കാവിലും കുളത്തൂപ്പുഴയിലും സാന്നിധ്യമുള്ള ഭഗവതിയാണ്. ദേശദേവതയായതുകൊണ്ട് ദേശത്തിൻ്റെ മുഴുവൻ അധീനത, അല്ലെങ്കിൽ ഈ ഒരു കാടിൻ്റെ മുഴുവൻ, ഇവിടുത്തെ മലയുടെ മുഴുവൻ അധീനത അല്ലെങ്കിൽ അതിൻ്റെ അതിദേവത ആയിട്ടാണ് മാമ്പഴത്തറ ഭഗവതിയെ കരുതുന്നത്. മാമ്പഴത്തറ ഭഗവതിക്ക് അനുവാദം വാങ്ങി തൊട്ടരികിൽ മഹാവിഷ്ണുവിനെ, അതായത് മഹാവിഷ്ണുവിടെ മാതൃഭാവമാണുള്ളത്, മഹാവിഷ്ണുവിനെയും ദർശിച്ചു വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനെന്നാണ്. കുളത്തൂപ്പുഴയിലെ ബാലശാസ്താവ് പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്വയംഭൂ സാന്നിധ്യം ആ അഷ്ടശിലകളായിട്ടാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട്, 8 ശിലകളായിട്ടാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ശനീശ്വര ഭാവത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട്. ശനീശ്വരന് 8 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ശനീശ്വര പൂജകൾ നടത്തുന്നത്, ശനീശ്വരന് പ്രാർത്ഥന നടത്തുന്നത് വിശേഷമായി കരുതുന്നു. കുളത്തൂപ്പുഴയിലെ ശാസ്താവ് ശിശുവാണ് എന്ന് പറയുമ്പോൾ ഈ ശിശുവിന് ഒരു സംരക്ഷകയുണ്ട്. ഇവിടെ യക്ഷി സങ്കല്പം സംരക്ഷകയായി നിലകൊള്ളുകയാണ്. ഇവിടുത്തെ യക്ഷി ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ സുന്ദര യക്ഷി എന്ന സങ്കല്പമാണുള്ളത്. സുന്ദര യക്ഷി സങ്കല്പം എന്നുള്ളത് കേരളത്തിലെ പുരാതനമായൊരു യക്ഷി സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഭഗവതി തന്നെയാണ് യക്ഷിയായി മാറുന്നത്. ഒരു നിലക്കണ്ണാടിയിൽ അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി പൊട്ടുകുത്തി നിൽക്കുന്ന സുന്ദരീഭാവം, പനയുടെ ചുവട്ടിലായിരിക്കും ആ യക്ഷി സങ്കല്പം നിൽക്കുന്നത്. അങ്ങനെയുള്ള വിഗ്രഹരൂപമാണ് ഇവിടെയും നമുക്ക് കാണാനാകുന്നത്. മുൻപ് കാലത്തെ കൊട്ടാരക്കര രാജവംശത്തിൽ സ്ത്രീകൾക്ക് വല്ലാതെ ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഒരു യക്ഷിയെ പിന്നീട് കൊക്കളത്ത് മഠത്തിലെ തന്ത്രി തന്നെ ആവാഹിച്ചു കൊണ്ടുവന്ന് കുളത്തൂപ്പുഴയിലെ തിടപ്പള്ളിയിൽ ആവാഹിച്ചിരുത്തി. പക്ഷേ പിന്നീട് തിടപ്പള്ളിയിലാകെ ശല്യമാവുകയും നേദ്യം തന്നെ ഒരുക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ തിടപ്പള്ളിയിൽ നിന്ന് യക്ഷി സങ്കല്പത്തെ പുറത്തേക്ക് ആവാഹിച്ചിരുത്താണ് ഉണ്ടായത്. ഇന്നിവിടെ 2 യക്ഷി സങ്കല്പങ്ങളുണ്ട്, ഒന്ന് തിടപ്പള്ളിയിലും എന്നാൽ അതീവ ശക്തിഭാവത്തിൽ ഇവിടെയും. അങ്ങനെ സുന്ദരയക്ഷി സങ്കല്പത്തിന് മുന്നിലെത്തി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അതായത് സ്ത്രീകളുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്ന അമ്മ ഭഗവതി അമ്മഭാവത്തിൽ ഇവിടെ ഉള്ളപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിടക്കുന്ന ഓരോ തൊട്ടിലും സന്താനങ്ങൾക്ക് വേണ്ടി, സത്സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകളെല്ലാം സഫലമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതുകൂടാതെ മറ്റൊന്നുള്ളത്, ഭഗവതിക്ക് മുന്നിൽ കരിവള ചാർത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് വരാനിരിക്കുന്ന രോഗങ്ങൾ മാറും എന്നും വിശ്വാസമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുവാനും ഈ അമ്മയ്ക്ക് തിരുമുന്നിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വിവാഹം മംഗളമാകുവാനും നല്ല ഭർത്താവിനെ ലഭിക്കുവാനും സ്ത്രീകൾ, പെൺകുട്ടികൾ ഇവിടെ കുങ്കുമവും സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും കേൾക്കുവാൻ കെൽപ്പുള്ള അമ്മയായി, ഭഗവതിയായി, എന്നാൽ അതേസമയം തെറ്റുകളോട് ശക്തമായി എതിർക്കാൻ കെൽപ്പുള്ള യക്ഷിയായി കൂടി സുന്ദരയക്ഷി ഇവിടെ നിലകൊള്ളുന്നു. ഇത് കുളത്തൂപ്പുഴയിലെ വളരെ വിശേഷമായൊരു സങ്കല്പം തന്നെയാണ്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെത്തിയാൽ, ബാലശാസ്താവ് കുടികൊള്ളുന്ന ക്ഷേത്രഭൂമിയിലെത്തിയാൽ സങ്കല്പിക്കേണ്ടത് ആദ്യം പരശുരാമനെയാണ്. പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഒരു വയസ്സായ കുഞ്ഞിൻ്റെ കോമളമായ രൂപം നമ്മുടെ മനസ്സിൽ തെളിയണം. അപ്പോൾ തന്നെ ശ്രീകോവിലിൽ നിൽക്കുമ്പോൾ നമ്മുടെ മറ്റെല്ലാ ആദിവ്യാധികളും അകന്നു പോകും. കോമളമായ ഏറ്റവും നിഷ്കളങ്കമായ ഭാവത്തിൽ ചിരിക്കുന്നൊരു കുഞ്ഞിൻ്റെ മുഖത്തെ സങ്കല്പിക്കാൻ പറ്റിയാൽ അതിൽ പരം ആനന്ദം മറ്റെന്താണ് ഉണ്ടാവുക? അത് കഴിഞ്ഞാൽ പിന്നീട് യക്ഷിയമ്മയെ, മാമ്പഴത്തറ ഭഗവതി ആദ്യം തൊഴുതാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടതെന്ന് മറക്കണ്ട. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു. അതായത് അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ശാസ്താവിനരികിലേക്ക് എത്താനെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യക്ഷിയമ്മ സങ്കല്പം കൂടാതെ ഇവിടെ നാഗദൈവ സങ്കല്പമുണ്ട്, ഭൂതത്താനുണ്ട്, അതുപോലെ ജലകന്യകാഭാവമുണ്ട്, ഗണപതി സങ്കല്പവുമുണ്ട്. ഇവിടുത്തെ ജലകന്യകാഭാവത്തിന് കല്ലടയാറ്റിലെ മത്സ്യങ്ങളുമായൊരു ബന്ധമുണ്ട്. ജലകന്യകയ്ക്ക് ശാസ്താവിനോട് ഏറ്റവും അമിതമായ അടുപ്പം തോന്നിയെന്നും അങ്ങനെ അടുപ്പം തോന്നിയപ്പോൾ ശാസ്താവിനോട് അത് അറിയിച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിനക്ക് സ്ഥാനം നൽകാമെന്നും എൻ്റെ പുഴയിൽ നീ കന്യകയായി വസിച്ചുകൊള്ളുവാൻ, മത്സ്യകന്യകയായി വസിച്ചുകൊള്ളുവാനും ശാസ്താവ് അനുഗ്രഹം നൽകിയെന്നുമാണ് ഐതിഹ്യമുള്ളത്. അങ്ങനെ ഭഗവാൻ അനുഗ്രഹം നൽകിയ ആ മത്സ്യകന്യക അല്ലെങ്കിൽ ജലകന്യക ഇന്നും ഈ കല്ലടയാറ്റിൽ വസിക്കുന്നുവെന്നാണ്. ഭഗവാനെ ആരാധിക്കുവാനായി എത്തിയ ദൈവങ്ങളാണ് ഇവിടെ മത്സ്യങ്ങളായി മാറിയതെന്നും വിശേഷമുണ്ട്. ഇവിടുത്തെ പണ്ടുകാലത്ത് നേദ്യം ഇവിടെ അർപ്പിക്കുന്നത് വിശേഷമായ രീതിയിലായിരുന്നു. വലിയ ചെമ്പിൽ നേദ്യച്ചോറ് പുഴയുടെ തീരത്ത് കൊണ്ടുവച്ചാൽ മത്സ്യങ്ങളത് ഭക്ഷിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ ചെല്ലുമ്പോൾ ആ ചെമ്പ് കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ടാകുമായിരുന്നു അത്രേ. പക്ഷെ പിന്നീട് ആ പതിവില്ലാണ്ടായി. ഇപ്പോഴും വർഷത്തിൽ ഒരിക്കൽ തന്ത്രി തന്നെ നേരിട്ട് വന്ന് മീനൂട്ട് നടത്താറുണ്ട്. അതുകൂടാതെ ഈ ആറ്റിലെ മത്സ്യങ്ങൾ ചത്തുപോയി കഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ അവർക്ക് സംസ്കാരം നടത്തേണ്ടതും ഈ തന്ത്രിയോ അല്ലെങ്കിൽ പൂജാരിയോ ആയിരിക്കണം എന്നുള്ളതൊരു വിശേഷമാണ്. അപ്പോൾ ആ മത്സ്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ. ഇതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് പുഴയുടെയും മലയുടെയും ദൈവമാണ് ശാസ്താവ് എന്നുള്ളത്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. പുഴയെയും മലയെയും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നെങ്കിൽ മാത്രമേ ശാസ്താ സങ്കല്പത്തെയും അയ്യപ്പൻ സങ്കല്പത്തെയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ.
അങ്ങനെ ഏതായാലും മോക്ഷയുടെ ഏകദിന യാത്രയിൽ ആദ്യം തന്നെ എത്തിയ കുളത്തൂപ്പുഴ ഒരുപാട് സങ്കല്പങ്ങളെ പറഞ്ഞു തരികയും പുഴയെ ഒഴുകുന്ന ഒരു സംസ്കാരത്തിൻ്റെ ധന്യതകളിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്തു.